ച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ മക്കളാണ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സൽസ്വഭാവികളാക്കണേ അല്ലാ. ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞത്, രണ്ട് മക്കളെയുള്ളൂ. ഒരു മകൻ ലഹരിക്കടിമപ്പെട്ടു പോയി, മറ്റൊരു മകള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇനി ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞ് ഒരായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഉമ്മ ലഹരിക്കടിമപ്പെട്ട മകനെ ഓർത്ത് തലതല്ലിക്കരയുന്നത്. റബ്ബേ, നീ മക്കളുടെ കാര്യത്തിൽ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ ആരുടെയും മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ഈ വിയർപ്പും കണ്ണീരും ഒരർത്ഥത്തിൽ ഈ ഓട്ടവും പാച്ചിലും എല്ലാം ഞങ്ങളുടെ പൊന്നു മക്കളെന്ന സ്വപ്നമാണ് റബ്ബേ. ഈ ആമീ പറയുന്ന സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്കൊരു ഊന്നുവടിയാക്കി തരണേ അല്ലാ. തളർന്നു പോകുന്ന സമയത്ത് താങ്ങി നിർത്തുന്ന മക്കളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാ, ലഹരിയിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ സൽസ്വഭാവികളാക്കണേ അല്ലാ. 5 നേരം നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ഇവിടെ ഹാഫിളീങ്ങളായ മക്കളെ നീ ഓർമ്മശക്തിയുള്ള ഹാഫിളീങ്ങളാക്കണേ റബ്ബേ. ആ കുടുംബങ്ങൾക്ക് നീ ഏറ്റവും വലിയ നിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. അങ്ങകലേന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത് വാഹനത്തിൽ ഇന്നലെ രാത്രിയിൽ കയറി മലപ്പുറത്ത് നിന്നൊക്കെ വാഹനത്തിൽ ഇവിടെ എത്തിയവരുണ്ട്. ഈ ഹാഫിളീങ്ങളെ നടുവിലിരുന്ന് ദുആ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നുള്ള ബോധ്യത്തിൽ വന്നവർ, റബ്ബേ നീ അവരെ കൈവിടല്ലേ അല്ലാ. സമയക്കുറവുണ്ടെങ്കിലും മഗ്‌രിബിന്റെ സമയമാണ്. ഓരോരുത്തരുടെയും മനസ്സിന്റെ മുറാദുകളെ ഹാസിലാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം നൽകണേ റബ്ബേ. എന്ത് സങ്കടമുണ്ടായാലും ഞങ്ങളുടെ കൊച്ചു കൂരയിൽ വന്നാൽ ഹൃദയത്തിന് തണുപ്പ് നൽകുന്ന വീട്